നമസ്കാരം. കുറച്ച് ദിവസങ്ങളായി കേരള രാഷ്ട്രീയത്തിലേറെ ചർച്ചയാകുന്ന ഒരു വിഷയമാണ് PSC അംഗത്വം സർക്കാർ ലേലത്തിന് വെച്ചിരിക്കുകയാണ് എന്ന ആരോപണം. അതിനു പിന്നാലെ സഭയിലും ഈ വിഷയം ചർച്ചയാവുകയുണ്ടായി. വിഷയത്തിൽ VD സതീശനും മുഖ്യമന്ത്രി പിണറായി വിജയനും PSC അംഗത്വത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ നിയമസഭയിൽ ഏറ്റുമുട്ടുകയായിരുന്നു. പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും സഭയിൽ വാക്പോർ തന്നെ നടത്തി. തുടർന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. വിവാദം PSCയുടെ വിശ്വാസ്യത ഇല്ലാതാക്കിയെന്ന് സബ്മിഷൻ അവതരിപ്പിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചപ്പോൾ മാധ്യമ വാർത്തകളല്ലാതെ ക്രമക്കേടുണ്ടായിട്ടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. എന്നാൽ വിട്ടുകൊടുക്കാൻ പ്രതിപക്ഷം തയ്യാറായിരുന്നില്ല. വിഷയം സഭയിൽ ഉന്നയിക്കാൻ തീരുമാനിച്ചതിന് തൊട്ടു മുൻപ് കോൺഗ്രസ് പോലീസിന് പരാതി അയച്ചുവെന്നും ഇത് പ്രതിപക്ഷ നേതാവിന്റെ പരിപാടിയാണ് എന്നുമാണ് മുഖ്യമന്ത്രി വാദിച്ചത്. പരാതി പണം നൽകി ഒത്തുതീർപ്പാക്കിയതിനു ശേഷം ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ പോലും മുഖ്യമന്ത്രി ഇന്ന് മാറ്റി പറഞ്ഞുവെന്ന് VD സതീശൻ തിരിച്ചടിച്ചു. ഇതോടെ അതെല്ലാം കോൺഗ്രസിന്റെ പരിപാടിയാണ്, ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്ന് മുഖ്യമന്ത്രിയും വാദിച്ചു. ഏതായാലും ശക്തമായൊരു തർക്കം തന്നെയാണ് സഭയിൽ ഈ വിഷയത്തെ ചൊല്ലി നടന്നത്. PSC അംഗത്വം ലേലത്തിന് വയ്ക്കുന്നത് ആദ്യമായിട്ടല്ല. നേരത്തെ NCPയുടെ AK ശശീന്ദ്രൻ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ബിജു ആബേൽ ജേക്കബിന്റെ ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നതിൽ PSC അംഗത്തെ നിയമിക്കാൻ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയെന്ന് പരാമർശിച്ചിരുന്നു. ജനതാദൾ എസിനുള്ള പോസ്റ്റ് ഒരു വർഷമായി നിയമിക്കാതിരിക്കുകയാണ് എന്ന് ആ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ തന്നെ പരാതി നൽകിയതാണ് എന്നും VD സതീശൻ സഭയിൽ ഉന്നയിച്ചു. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസിനെതിരെ PSC അംഗത്വം വാഗ്ദാനം ചെയ്തുകൊണ്ട് കോഴ വാങ്ങിയെന്ന ആരോപണം ഉയർന്നു വന്നത്. 22 ലക്ഷം രൂപ കോഴ വാങ്ങിയ സംഭവത്തിലാണ് CPMന്റെ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിയാണ് 22 ലക്ഷം രൂപ റിയാസിന്റെ പേര് പറഞ്ഞ് ഇത്തരത്തിൽ വാങ്ങിയത്. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പ്രമോദിനെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും നീക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസിനെ ഇടപെടുത്തിക്കൊണ്ട് PSC അംഗത്വം വാങ്ങി നൽകാമെന്നായിരുന്നു യുവ നേതാവിന്റെ വാഗ്ദാനം. എന്നാൽ മന്ത്രിയുമായുള്ള പ്രമോദിന്റെ ബന്ധത്തെക്കുറിച്ച് പാർട്ടി വിശദീകരിക്കാൻ തയ്യാറായിരുന്നില്ല. CATU ഭാരവാഹിയായ യുവ നേതാവ് PSC അംഗത്വം നൽകാനായി 60 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്നും 22 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നുമാണ് ഹോമിയോ ഡോക്ടർമാരായ ദമ്പതിമാർ പരാതി നൽകിയത്. മന്ത്രി മുഹമ്മദ് റിയാസ് വഴി അംഗത്വം തരാമെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ടായിരുന്നു പണമിടപാട് നടത്തിയത് എന്നും പരാതിയിൽ പറയുന്നുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസിന് പുറമെ MLAമാരായ KM സച്ചിൻ ദേവ്, തോട്ടത്തിൽ രവീന്ദ്രൻ എന്നിവരുടെ പേരുകളും പ്രാദേശിക നേതാവ് ഉപയോഗപ്പെടുത്തിയതായി ദമ്പതികളുടെ പരാതിയിലുണ്ട്. മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ അയൽവാസി കൂടിയാണ് ആരോപണ വിധേയനായ പ്രമോദ് കോട്ടൂളി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഉയർന്ന പരാതി ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമത്തിനിടയിലാണ് വിവരങ്ങൾ പുറത്തായത്. യുവ നേതാവ് ഒറ്റയ്ക്കാവില്ല ഇടപാട് നടത്തിയത് എന്ന സംശയവും പാർട്ടിക്കുള്ളിലുണ്ട്. ഇതിന്റെ കുന്തമുന മന്ത്രി റിയാസിന് നേരെയാണ് ഉയർന്നത്. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് ഇത്തരത്തിലൊരു കോക്കസ് പ്രവർത്തിക്കുന്നതായി മന്ത്രി PA മുഹമ്മദ് റിയാസ് നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായാണ് വിവരം. റിയാസിലൂടെ പാർട്ടി നേതൃത്വത്തിന്റെ അംഗീകാരം വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് PSC അംഗത്വം വാഗ്ദാനം ചെയ്തത് എന്നാണ് പരാതി. കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ചുള്ള ചില കച്ചവടങ്ങളും മധ്യസ്ഥ ചർച്ചകളും നിയന്ത്രിക്കുന്നത് കുറച്ച് നേതാക്കൾ ഉൾപ്പെട്ട കോക്കസ് ആണെന്നാണ് പാർട്ടിക്കുള്ളിൽ ഉയരുന്ന ആരോപണം. വൻകിട റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാർ വരെ ഇക്കൂട്ടത്തിലുണ്ട് എന്നും ചില നേതാക്കൾ ഇവരിൽ നിന്ന് വഴിവിട്ട സഹായങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എന്നും ഒരു വിഭാഗം പറയുന്നു. പ്രമോദുമായി CPM ഉന്നത നേതാക്കൾക്ക് ബന്ധമുണ്ട് എന്ന ആരോപണം പരസ്യമായ രഹസ്യമാണ്. സംഗതി വിവാദമായ സാഹചര്യത്തിൽ എന്തായാലും എല്ലാവരും ഇക്കാര്യത്തിൽ നിശബ്ദത പുലർത്തുകയാണ്. എങ്ങനെയെങ്കിലും തലയൂരാനാണ് എല്ലാവരുടെയും ശ്രമം. അതിനിടെ ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടില്ല എന്ന ഭാവമാണ് മന്ത്രിക്കുള്ളത്. തനിക്ക് ഇങ്ങനെയൊരു സംഭവത്തെക്കുറിച്ച് അറിയില്ല എന്നാണ് മന്ത്രിയുടെ നിലപാട്. എന്നാൽ മുഖ്യമന്ത്രിക്ക് പിന്നാലെ തനിക്കെതിരെ ചരടുവലികൾ തുടങ്ങിയെന്ന് മന്ത്രി മനസ്സിലാക്കിയിട്ടുണ്ട്. അതേസമയം ഇതിനെ പ്രതിരോധിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല താനും. മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ CPMൽ പടയൊരുക്കം തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി. മുഹമ്മദ് റിയാസിന്റെ ശരീരഭാഷയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നാണ് CPMലെ പിണറായി വിരുദ്ധർ പറയുന്നത്.
ഏറ്റവും ഒടുവിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരായ വിമർശനം മന്ത്രി തിരുത്തിയത് സ്ഥിതിഗതികൾ ശരിക്കും മനസ്സിലാക്കിയ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ്. മുൻപ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ വിമർശിച്ചുകൊണ്ട് മന്ത്രി റിയാസ് രംഗത്തെത്തിയപ്പോഴും മുഖ്യമന്ത്രി ഇടപെട്ട് തിരുത്തിയിരുന്നു. തലസ്ഥാന നഗരത്തിൽ നടക്കുന്ന റോഡ് പണി സംബന്ധിച്ച വിവാദത്തിൽ വിമർശിച്ചത് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അല്ല എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കരാറുകാരനെ പുറത്താക്കിയത് ശരിയായിരുന്നുവെന്ന് കാലം തെളിയിക്കുമെന്നും മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. കരാറുകാരൻ ഉഴപ്പിയപ്പോൾ സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിച്ചു. അല്ലായിരുന്നുവെങ്കിൽ മറിച്ചായേനെ സ്ഥിതിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തലസ്ഥാന നഗരത്തിലെ റോഡുകൾ ഗതാഗത യോഗ്യമല്ലാതായിട്ട് 3 വർഷങ്ങൾ കഴിഞ്ഞു. 3 മാസം കൊണ്ട് പണി തീരുമെന്ന് പ്രഖ്യാപിച്ച് കൂട്ടത്തോടെ റോഡ് പൊളിച്ചതോടെ ജനം നട്ടം തിരിയുകയാണിപ്പോൾ. ഇതിനെതിരെ വൻ വിമർശനങ്ങൾ ഉയർന്നതിനിടെയാണ് സ്മാർട്ട് സിറ്റി അമൃത് പദ്ധതികളുടെ നടത്തിപ്പ് ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോർപ്പറേഷൻ വികസന സമിതി യോഗത്തിൽ കടകംപള്ളി പ്രസംഗിച്ചത്. എന്നാൽ ആകാശത്ത് റോഡ് നിർമ്മിക്കാനാകുമോ എന്ന് തിരിച്ചു ചോദിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് കരാറുകാരനെ പുറത്താക്കിയത് ചിലർക്ക് പൊള്ളി എന്നും കൂടി പറഞ്ഞതോടെ വിവാദം കൊഴുത്തു. സംസ്ഥാന സമിതിയിലെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ കടകംപള്ളിയെ കരാറുകാരുമായുള്ള കള്ളക്കളി കൂടി ആരോപിച്ച് പ്രതിസ്ഥാനത്ത് നിർത്തിയ നടപടി ശരിയായില്ല എന്നാണ് മുഹമ്മദ് റിയാസിനെതിരായ വിമർശനം. വിവിധ ജില്ലാ കമ്മിറ്റികൾ റിയാസിനെതിരെ രംഗത്തെത്തിയിരുന്നു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി റിയാസിനെതിരെ അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് നടത്തിയത്. മാത്രമല്ല, കമ്മിറ്റിയിലെ സംഭാഷണങ്ങൾ ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തു. മാധ്യമങ്ങൾ അതീവ പ്രാധാന്യത്തോടെ ഇത് പ്രസിദ്ധീകരിച്ചപ്പോഴാണ് CM അപകടം മനസ്സിലാക്കിയത്. താൻ CPM എന്ന വലിയ ബഹുജന പാർട്ടിയുടെ വിനീതനായ പ്രതിനിധിയാണ് എന്ന കാര്യം നിർഭാഗ്യവശാൽ റിയാസ് മറന്നുപോയിരുന്നു. MVRനെയും ഗൗരിയമ്മയെയും നിഷ്കരുണം പുറത്താക്കിയ പാർട്ടിയാണിത്. അച്യുതാനന്ദനെ ഒതുക്കി ഒരു മൂലക്കിരുത്തി നിശബ്ദനാക്കിയ പാർട്ടിയാണിത്. നാളെ പിണറായി പുറത്തു പോയാലും ഇവർക്ക് സംഭവിച്ചതിൽ കൂടുതലൊന്നും പിണറായിക്കും സംഭവിക്കില്ല. അക്കാര്യം പിണറായി വിജയന് നന്നായി അറിയാം. തോമസ് ഐസക് മുതൽ കടകംപള്ളി വരെ ഒരു കൂട്ടം നേതാക്കൾക്ക് ഇച്ഛാഭംഗമുണ്ട്. അവരെ പിണറായിയും കോടിയേരിയും ചേർന്ന് ഒതുക്കിയതിൽ അവർ ദുഃഖാകുലരാണ്. പിണറായിയുടെ അടി പതറാൻ അവർ കാത്തിരിക്കുകയുമാണ്. അപ്പോഴാണ് റിയാസിന്റെ വക ഇത്തരത്തിലൊരു ചവിട്ട് നാടകം. റിയാസിനെ ഒതുക്കിയാൽ ചോദിക്കാനും പറയാനും പോലും ആരും കാണില്ല എന്നതാണ് സത്യം. അക്കാര്യം റിയാസ് മറന്നു. ഇതാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്.